ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ വിചാരിക്കുക എന്തുണ്ടാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴത്തേയും പോലെ ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ റെസിപ്പിയിൽ. അപ്പോൾ ഞാൻ പവിഴത്തിൻ്റെ എണ്ണയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഇളക്കുവാണ്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇളക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാടിക്കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. എനിക്കറിയില്ല, എൻ്റെ ഒരു ഔൺ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതിന് ശേഷം വീണ്ടും നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതും കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ കുറച്ച് മുളകിട്ട് കൊടുക്കാം. അതിന് ശേഷം ഞാൻ 2-3 മുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലതുപോലെ ഉള്ളിയുടെ കളറ് ഒരു ബ്രൗൺ അത്രയാവണ്ട കേട്ടോ, നല്ലൊരു മീഡിയം അത്രയായിട്ടാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത്, ടൊമാറ്റോ മുളകും. അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് നല്ലതുപോലെ വാടിക്കിട്ടണം കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ആവാനുണ്ട്, അപ്പോൾ ടൈം എടുക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലതുപോലെ കുഴഞ്ഞ് വരണം കേട്ടോ, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം നേരെ നമ്മൾ മെയിൻ ഐറ്റം ഇട്ടു, ചിക്കൻ. അപ്പോൾ 9 പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടിട്ട് നേരെ നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്രേവി അതിൽ നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നേരെ ഞാൻ ബിരിയാണി റൈസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് എടുത്ത കപ്പ് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. വെള്ളവും ഞാൻ എൻ്റേതായ കണക്കിലാണ് ഒഴിച്ചത്. അപ്പോൾ നമുക്ക് പിന്നെ കറുവപ്പട്ട അതൊക്കെ ഞാൻ ഇടാൻ വിട്ടുപോയി. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിക്കണമായിരുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ നെയ്യ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ട് ചൂടായതിന് ശേഷം ഞാൻ ബിരിയാണിക്ക് സെറ്റായതിനു ശേഷം ഞാൻ നേരെ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ബിരിയാണി പ്ലേറ്റിലോട്ടാക്കാം. കുറച്ച് ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു ഗൈസ്. അപ്പോൾ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂട് കാരണം. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ വന്നിട്ട് ലവ് യു ഓൾ, ബൈ.